അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ നമ്മൾ ഞായറാഴ്ചയിലെ ആ ഒരു വിശേഷങ്ങൾ, അത് രാവിലെ മുതൽക്ക് ഒരു ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും ഭക്ഷണം, നല്ല എന്ന് വെച്ചാൽ നല്ല നാടൻ ഊണ് ചക്കയാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ദോശയാണ്. അപ്പം അമ്മ ഏതായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വായനയും കഴിഞ്ഞിട്ട്, കുളിയൊക്കെ കഴിഞ്ഞ് വായന കഴിഞ്ഞ് ദോശ ഉണ്ടാക്കലാണ്. നമ്മളിന്ന് ദോശ സാധാരണത്തെ ദോശ ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്, ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അതിലാണ്. ഇത് പിന്നെ ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ്, കുറച്ചായി. ഇപ്പോൾ ദോശയും പിന്നെ ഞങ്ങൾക്ക് ഉള്ളി ചമ്മന്തി, തക്കാളി ചെറിയ ഉള്ളിയും ചേർത്തിട്ടോ, അങ്ങനെ തക്കാളി ചമ്മന്തി, ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത ചമ്മന്തി, അതാണ്. ഏതായാലും കഴിക്കായി. അമ്മയ്ക്ക് ദോശ കൊടുക്കാം. ഇതാ നമ്മളെ ചമ്മന്തി, നല്ല രസമാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഏതായാലും ദോശ, ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന ശേഷം നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ചക്ക എടുക്കാണ്ട്. മുരിങ്ങയിലയും അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ തമ്മിൽ ഇതാ നമ്മൾ ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു പ്ലാവുമിലെ ചക്ക ഏറെക്കുറെ കഴിഞ്ഞു. കുറേ എടുത്താണ് ഇതുമത്തൊക്കെ, ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ കുറേ കണ്ടല്ലോ കേടൊന്ന് വരുന്നുണ്ട്, കാരണം വെച്ചാൽ മഴയൊക്കെ തട്ടി ഒക്കെ നാശമായി തുടങ്ങി. പിന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കുറേയൊക്കെ. നമുക്ക് ഇതാണ് എടുക്കുന്നത്, ഈ ഒരു ചക്ക. അത് മതി ഞങ്ങൾക്ക്, അത് മതി. ഇത് ഒരു ചെറിയ ചക്കയാണ്, അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ഞാൻ അതെടുക്കട്ടെ. നമ്മൾ ഈ ചക്കയാണ് ഇട്ടത്. ഇത് നമ്മളെ ചക്ക ഇവിടെ വയ്ക്കാം. നമുക്കിത് മുറിക്കാം ചക്ക. അപ്പോൾ നമുക്ക് ചക്ക ഒക്കെ ഒന്ന് മുറിച്ച്, ഞാൻ ഇപ്പോൾ വെച്ചാൽ ഒക്കെ ഒന്ന് ചുളയൊക്കെ പറിച്ച് കൊടുക്കണം, എന്നാൽ പിന്നെ അമ്മ അരിഞ്ഞോളും. ഇത് ചുള പറിക്കൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അതായത് നമുക്ക് ഇങ്ങനെ മുറിച്ച് ഒക്കെ ചുള പറിച്ച് എടുത്ത്, അത് കുറച്ച് പ്രയാസം തന്നെയാണ്. ഇതൊക്കെ എടുത്തുണ്ടാക്കി ആ ഒരു കറി ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കുറച്ച് പണി എടുത്താലും ഗതിയിട്ടാലും നല്ലൊരു ചക്കക്കൂട്ടാൻ കഴിക്കാമല്ലോ. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എടുക്കാനും പറ്റില്ല. ഒക്കെ ഇത് നോക്കിയിട്ട് എടുക്കാം. ഇതിലുണ്ടാവശ്യം മതി. ആ ഈ ഒരു ഇത് വേണമെങ്കിൽ മറ്റേ പഴുപ്പിക്കാം. ഉണ്ടോ ഇങ്ങനെ നോക്കിയല്ലേ? കുറച്ചൊരു വലിയ കഷ്ണം, അതാണ് കറിക്ക് എടുക്കുന്നത്. മറ്റേ ആ ഒരു കഷ്ണം പിന്നെ എന്തായാലും പഴുക്കും. അത് എനിക്ക് കൂടുതൽ ഇഷ്ടം കറി വെച്ചിട്ടാണ്, അതായത് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ട്. പഴുത്തത് പൊതുവെ അങ്ങനെ വലിയ താല്പര്യമില്ല, കഴിക്കുന്നേ ഉള്ളൂ. ചക്കക്കൂട്ടാനാണ് കൂടുതൽ ഇഷ്ടം.
നമുക്ക് ഈ പാത്രത്തേക്കൊക്കെ ഉണ്ട് ആക്കിയിട്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ അരിഞ്ഞെടുത്താൽ വേറൊരു പാത്രത്തേക്ക് അരിഞ്ഞെടുക്കേണ്ടി വരും. ഇനി വിളഞ്ഞി അതാണിപ്പോൾ ഇത് ഇങ്ങനെ ചക്ക എടുക്കാൻ തന്നെയുള്ള മടി അതാണ്, ചക്കേൻ്റെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ഇത് ഈ ഒരു വിളഞ്ഞി കയ്യുമ്മലാവുന്നൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. മറ്റുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ട് നേരെ നുറുക്കിയെടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ കഴുകി തോലിയത്തലൊക്കെ അതൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിനുള്ളത്, വിളഞ്ഞീൻ്റെ ഒരു പ്രശ്നം. അതിനെ ഇപ്പം ഞാനിതൊക്കെ തൊട്ട ശേഷം പിന്നെ കൈ നല്ലോണം കഴുകണമായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഇത് ചിത്രീകരിക്കുമ്പോൾ ക്യാമറ ഒക്കെ കയ്യിൽ വെക്കുമ്പോൾ പറ്റില്ലല്ലോ, അതാണുള്ളൊരു ബുദ്ധിമുട്ട്. നമുക്ക് നല്ല പോലെ എണ്ണയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് കൈ കഴുകിയ ശേഷമാണ് പിന്നെ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കഷ്ണം അവിടെ നിൽക്കട്ടെ. ചക്കട അരിഞ്ഞപ്പോഴേക്ക് കുളി കഴിഞ്ഞ് കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ. അങ്ങനെയാണല്ലേ പിന്നെയും വേർത്ത് കുളിച്ചു. ചക്ക അതിൽ ചക്ക കഴിക്കാൻ നല്ല രസമാണ്. പക്ഷെ അത് നമ്മൾ ചുള പറിച്ചെടുക്കൽ, അരിയൽ പിന്നെ പ്രശ്നമില്ല, ചുള പറിച്ചെടുക്കലാണ് അതിൻ്റെ ഒരു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മഴയായി, ഇപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്ക് മഴയായി, ജൂണൊക്കെ ആവാനായില്ലേ. പിന്നെ ഇനി ഇങ്ങനെ വെള്ളം ഇറങ്ങും, അപ്പോൾ പിന്നെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചക്കയ്ക്ക്. അപ്പോൾ ഇനിയൊന്നൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അധികം ഒന്നും എടുക്കാനുണ്ടാവില്ല. അതിൽ പ്രാവശ്യം അത്യാവശ്യമൊക്കെ ഞങ്ങൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് കറി ഉണ്ടാക്കണം. പിന്നെ പറ്റിച്ച ഉണക്കമീൻ, അത് നല്ല രസമാണ് ഇതിക്ക്. ഇന്നിപ്പോൾ ഇതും ചോറും ഈ ചക്ക കൂട്ടാനും പിന്നെ പപ്പടം കാച്ചിയതുണ്ട്. അപ്പോൾ ഒരു ഉണക്കമീൻ കൂടി ആയാൽ നന്നായി. അപ്പോൾ ഇനി ഉണക്കമീൻ ഉണ്ടോ നോക്കണം. ഒക്കെ ഇവിടെ അരിഞ്ഞ് അത് എടുത്തു. പിന്നെ ഇതാ ചക്കക്കുരുണ്ട്, പിന്നെ ഇനി എടുക്കാമല്ലോ. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് കടയിൽ പോയി വന്നു. നമുക്കെന്താ വെച്ചാൽ ഉണക്കമീൻ വാങ്ങാൻ. ഇതാ ഇത് 20 റുപ്യേൻ്റെ ഉണക്കമീനാണ്. ഞങ്ങൾക്ക് ഇത് മതി, ഒരൊറ്റ നേരത്തിനല്ല, ഞങ്ങൾക്ക് 2 നേരത്തിന് തന്നെ ഉണ്ട്, ഒരു നേരത്തിനല്ല. എന്നാലും ചിലപ്പോൾ ബാക്കി ഉണ്ടാവും വരും. പിന്നെ ഇപ്പോൾ നമ്മൾ വിമ്മ് നമ്മൾ പാത്രം കഴുകുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, വിം ജെല്ല്. പിന്നെ സോപ്പിലേറെ ഇതാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു പാത്രം കഴുകുന്ന സോപ്പിനെക്കാട്ടിലും ജെല്ലായിട്ടുള്ളത്. പിന്നെ ഒരു ക്രീം പെന്ന്, ഇത് പൂച്ചയ്ക്കുള്ളതാണ്. വേണ്ട റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. ഇത് പൂച്ചയ്ക്കുള്ള, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന്നിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടയ്ക്കിട്ട് കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ പതിവുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാതെ നേന്ത്രപ്പഴം. നേരെ ഏകദേശം 9:30 മണി കഴിഞ്ഞ് 10 മണിയാവാനായി, രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും. അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കാം. ചില ദിവസം രാവിലെയാണ് നേന്ത്രപ്പഴം കഴിക്കല്, ചായ പലഹാരത്തിൻ്റെ കൂടെ. ഇന്നിപ്പോൾ കഴിച്ചില്ല. ഇന്നിപ്പോൾ 10 മണിക്ക് ഉള്ള ഭക്ഷണത്തിൽ ഇതാണ് നേന്ത്രപ്പഴം. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡിയായി. അതായത് നമുക്ക് ഏറെക്കുറെ പണികൾ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി. നമുക്കിത് അരച്ചത് ചേർക്കണം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തേങ്ങ അരച്ചതാണ്. പിന്നെ വറുത്തിടൽ കഴിഞ്ഞു. നമ്മൾ കറി ഇവിടെ ആയി. നമ്മൾ സാധാരണ ചക്കക്കൂട്ടാനായിട്ട് ഉണ്ടാക്കിയാണ്. ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഉണക്ക മീൻ. ഇത് അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് കണ്ടാൽ. അപ്പോൾ അതൊക്കെ ഇവിടെ മസാല, അതായത് മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വറക്കണ പണിയുള്ളൂ. അപ്പോൾ ഈ 2 വിഭവങ്ങളാണ് ഉള്ളത്. ചക്കകളിലോട്ട് പിന്നെ വേറെ കറിയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞായറാഴ്ചക്കല്ലേ, വേറെ മറ്റു യാത്രകളോ കാര്യങ്ങളോ മറ്റൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രസമാണ് ഞായറാഴ്ച ദിവസം. അപ്പം ഇന്ന് ഇങ്ങനെ ചക്ക തന്നെ ആയിക്കോട്ടെ. അത് നല്ല മതി, മതി. 2 പിന്നെ വറക്കാം.
ക്ലീൻ ചെയ്യേണ്ടത്. ക്ലീനിങ് കിറ്റാണ്. പിന്നെ നമ്മളെ ക്യാമറ ഊണ് കഴിക്കാൻ ഒക്കെ സമയമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള അപ്പം ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോഴാണ് ഇതൊക്കെ ഇന്ന് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ പോരല്ലോ, നമുക്ക് തുടച്ച് വൃത്തിയായി കൊണ്ടിരിക്കും വേണ്ടേ. അപ്പോൾ അതൊന്നും ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മൾക്ക് ഊണ് കഴിക്കാനായി. ഒക്കെ ഒന്ന് തുടച്ച് എളുപ്പമുണ്ട്. പിന്നെ അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം ഇതുവരെയുള്ളൊക്കെ ഇതിലാണ് എടുത്തത്. മിക്കവാറൊക്കെ എല്ലാം ഇത് തന്നെയാണ്. കുറച്ചേ ഉള്ളൂ ഫോണിൽ. പിന്നെ ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ എടുക്കാണ്ട്. അപ്പോൾ അപ്പോഴേക്കൊക്കെ ഇവർ റെഡിയായി ഇതൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അത് ക്ലീൻ ചെയ്യും, ഒക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്തൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴിക്കാനുള്ള സമയമായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇന്നിപ്പോൾ നമുക്കൊരു ഉച്ചവരെ, ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് ഉച്ചവരെ ഉള്ളതിൽ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞത് തന്നെയാണ്, ഇത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതാണിപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഞായറാഴ്ച ഉണ്ടായത് കാര്യങ്ങളൊക്കെ. മറ്റ് യാത്രകളോ പുറത്തേക്കുള്ളതൊന്നുമില്ല. ഇന്നിപ്പോൾ ഒക്കെ എല്ലാം ഒഴിവല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ, അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങാടിയിലൊക്കെ പോകാണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ദിവസം. ഇന്നിപ്പോൾ ഒന്നുമില്ല. പപ്പടം പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. എനിക്ക് പിന്നെ അച്ചാറും മുളക് വറുത്തും ഉണ്ട്. അമ്മയ്ക്ക് പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, ഉണക്കമീനുള്ളതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് ഒഴിച്ചുകറി ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കി നല്ല രസമായി. കഞ്ഞിക്ക് പറ്റിയ വിഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ. പപ്പടവും ഉണക്കമീനും അച്ചാറും കൊണ്ടാട്ടമുളക് വറുത്തൊക്കെ കൂടി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.